ചങ്ങാതിപുരം. ഇപ്പം ഞങ്ങൾ ഹൈദരാബാദ് സ്റ്റേ ആയിരുന്നു. സ്റ്റേ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയാണ്. നാഗ്പൂർ യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മളീ കാണുന്നത് ഇന്ത്യയിലെ തന്നെ പ്രമുഖ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ ക്യാൻസർ രോഗങ്ങളുടെ നിർണ്ണയം, ചികിത്സാ ശസ്ത്രക്രിയ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നിവ ലഭ്യമാണ്. അങ്ങനെ സന്ധ്യയായി. മുട്ട മഴയാണ്, കനത്ത മഴ. ഏകദേശം ഞങ്ങളവിടെ എത്താറായിട്ടുണ്ട്. ഇനി ഏതാണ്ട് 55 കിലോമീറ്റർ ഉള്ളൂ. ഒരു ചെറിയ കാടും കൂടെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതാണ്. അങ്ങനെ ഇതാണ് നാഗ്പൂർ ബുട്ടിബോറി ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടെ 150ഓളം വരെ കമ്പനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ നാഗ്പൂരിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബുട്ടിബോരി ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ മേഖലയിൽ ഒന്ന് തന്നെയാണ്. ഇത് മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു പ്രമുഖ ഇൻഡസ്ട്രിയൽ ഏരിയ എസ്റ്റേറ്റാണ്. സ്റ്റീല്, ടെക്സ്റ്റൈല്, പ്ലാസ്റ്റിക്, കെമിക്കല്, ഫുഡ് പ്രോസസ്സിംഗ്, എൻജിനീയറിംഗ്, നിരവധി വ്യവസായങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ലോഡ് ഇറക്കാനുള്ള കമ്പനിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ലോഡ് ഇറക്കേണ്ട കമ്പനി. പലകയാണ് നമ്മൾ ഇറക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്ത് അവിടെ ഭായിമാർ പയ്യെ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം പകുതിയായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. അങ്ങനെ ലോഡൊക്കെ പയ്യെ ഇറക്കി ആ സമയത്ത് ഞങ്ങൾ ഇച്ചിരി മുട്ടക്കറി, ഉച്ചയ്ക്ക് ഊണിനുള്ള മുട്ടക്കറി ഉണ്ടാക്കുകയാണ്. സവോളയൊക്കെ വരട്ടിയെടുക്കുകയാണ്. എന്താവുമെന്ന് കറി ഉണ്ടാക്കാൻ പറയും. അങ്ങനെ സവോളയൊക്കെ വരട്ടി ഏകദേശം ആയി. മുട്ടക്കറി അല്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് കറി. അങ്ങനെ കുക്കറിനകത്ത് ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചു. പുള്ളിയോട് ഒരു നുള്ളു ഉപ്പിടാൻ പറഞ്ഞു. പുള്ളി ഒരു കുടം ഉപ്പിട്ടു. എല്ലാം നശിപ്പിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി മുളക് പൊടിയൊക്കെ ടിന്നിലോട്ടാക്കി ചോറ് വെന്തു. അത് വെള്ളം ഒഴിച്ച് വാർക്കാൻ വെക്കുകയാണ്. അന്നേരമാണ് ഞാൻ എൻ്റെ കയ്യിൽ ടാറ്റു അടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ കയ്യിൽ ടാറ്റു അടിക്കാൻ പോയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പം മുട്ടം വെയിൽ. അങ്ങനെ സുഹൃത്തിൻ്റെ കൈ കുട കൊടുത്തു. കുടയും പിടിച്ച് പത്രം തലതിരിച്ച് വായിക്കുന്ന ഈ സുഹൃത്താണ് ആ സുഹൃത്ത്. അങ്ങനെ ഇതാണ് നമ്മുടെ കമ്പനിക്കുള്ള ഈ പെട്ടി ബോക്സ് ഉണ്ടാക്കാനാണ് നമ്മളിവിടെ നിന്ന് പലക കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവന്ന സാധനങ്ങളാണ് നമ്മുടെ വണ്ടി നിറക്കിയ സാധനങ്ങളായിട്ടാണ് നമുക്ക് പലകകൾ. ഈ ബോക്സുകൾ കപ്പലിലോട്ടും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ടൂൾസ് ബോക്സൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെ ഭായിമാരൊക്കെ മുപ്പലയാക്കി തീർത്തു. അങ്ങനെ ഒരു വിധത്തിൽ അവിടം വരെയൊക്കെ ആയി വൃത്തിയാക്കുവാണ്. അങ്ങനെ കേരളത്തിലേക്കുള്ള അടുത്ത ലോഡുമായി ബന്ദിപ്പൂർ വനത്തിലൂടെയുള്ള യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.